നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ചില പ്രമാണങ്ങളായിരുന്നു വേദപുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ പഠിപ്പിക്കുന്നത്. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, അതുപോലെ എങ്ങനെ മനുഷ്യൻ ദൈവത്തോട് പ്രതികരിക്കണമെന്ന്, പാപം എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് നാം കണ്ടു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതെന്നും അത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെയാണ്. നമ്മുടെ കുറ്റബോധം മായ്ക്കപ്പെട്ടു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അനേക ക്രിസ്ത്യാനികളും ഇത് മാത്രമേ അവർക്കറിയൂ. അത് യേശുവിൻ്റെ ക്രൂശിലെ മരണത്താൽ അവരുടെ കുറ്റബോധം ക്ഷമിക്കപ്പെട്ടു. കുറ്റബോധത്തിൽ നിന്നുള്ള രക്ഷ അതൊരു കപ്പ കഴുകുന്നത് പോലെയാണ്. എന്നാൽ നിങ്ങളുടെ ഊണുമേശയുടെ പുറത്ത് ഒരു കപ്പ് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് അത് ഒരു അലങ്കാരത്തിന് വേണ്ടിയല്ല. നിങ്ങളത് കഴുകിയത് അതിലെന്തെങ്കിലും നിറയ്ക്കാൻ വേണ്ടിയാണ്, കുടിക്കുന്ന എന്തെങ്കിലും. ദൈവം എന്തിനാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത്? അത് അഴുക്കില്ലാതെ സൂക്ഷിക്കാൻ വേണ്ടിയല്ല. അല്ല, നമ്മുടെ ഹൃദയവും ഈ പാത്രം പോലെയാണ്. അത് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെ അത് ശുദ്ധമായിരിക്കുമ്പോൾ ദൈവത്തിന് അതിൽ കൂടെ ജീവജലം പകരാൻ കഴിയും മറ്റുള്ളവരിലേക്ക്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളെ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ഭാവി ഉൾപ്പെടുന്നു. ഈ കൃപ മതിയായതാണ് കഴിഞ്ഞകാല പാപത്തിനും. അതേപോലെ ഈ കൃപ നമ്മെ മറ്റുള്ളവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ടും മതിയായത് ആണ്. നമ്മുടെ ആവശ്യം രണ്ട് തരത്തിലാണ്. ഒന്ന്, നമ്മുടെ ഈ കുറ്റബോധം കാരണം അനേക വർഷങ്ങളെ നാം പാപത്തിൽ ജീവിച്ചതുകൊണ്ട്. അതിനുശേഷം ദൈവം നമ്മളോട് ക്ഷമിച്ച ശേഷം നമുക്ക് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമുക്കൊരു സ്വഭാവമുണ്ട്. അത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ആദാമിൽ വഴി കിട്ടിയതാണ്. അത് നമ്മളിൽ പാപം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, ആ നല്ല വാർത്ത, നമ്മുടെ ഒന്നാമത്തെ പ്രശ്നത്തെ മാത്രമേ പരിഹരിക്കുന്നുള്ളെങ്കിൽ, രണ്ടാമത്തെ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ അതൊരു സദ്വർത്തമാനമാണെന്ന് പറയാൻ കഴിയില്ല. അത് ഭാഗികമായിട്ടുള്ളൊരു സുവാർത്തയാണ്, എന്നാൽ മുഴുവനായിട്ടല്ല. ഉദാഹരണത്തിന് ചിന്തിക്കുക. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അത് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ സുബോധം തിരിച്ചു കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി അവർ ഒരു ലഘുവായ പരീക്ഷണം നടത്തും. അവനെ ഒരു മുറിയിലേക്ക് അയക്കും. ഒരു ബക്കറ്റും തുടയ്ക്കാനൊരു മോപ്പും. ആ മുറിയിൽ എന്നാൽ ടാപ്പ് തുറന്നു കിടക്കുകയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അവനോട് മുറി തുടച്ച് ഉണക്കാനായിട്ട് പറയുന്നു. എന്നാൽ അവൻ പൈപ്പ് അടയ്ക്കാതെ തൻ്റെ കയ്യിലുള്ള മോപ്പ് ഉപയോഗിച്ച് അവൻ ആ മുറി ഉണക്കാനായിട്ട് ശ്രമിച്ചാൽ അപ്പോൾ അവർക്ക് മനസ്സിലാകും അവൻ സുബോധത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം സുബോധമുള്ള ഒരു മനുഷ്യൻ ആദ്യം ടാപ്പ് അടയ്ക്കും, അതിനുശേഷം തറ തുടയ്ക്കും. അല്ലെങ്കിൽ അവൻ ഒരിക്കലും തുടച്ചു തീരത്തില്ല. കാരണം എത്രമാത്രം അവൻ തുടയ്ക്കുമോ അതിൽ കൂടുതൽ വെള്ളം പൈപ്പിൽ നിന്ന് വരും. ഇതാണ് പല ക്രിസ്ത്യാനികളുടെയും യഥാർത്ഥ അനുഭവം. അവർ പാപം ചെയ്യുന്നു. അവർ യേശുവിനോട് അവരുടെ പാപത്തെ കഴുകിക്കളയാൻ പറയുന്നു. എന്നാൽ പാപം പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെയും കുറച്ചുകൂടെ പാപം ചെയ്യുന്നു. പാപം വരുന്ന ഈ ടാപ്പ് തുറന്നു തന്നെ കിടക്കുകയാണ്. എന്നാൽ അവർ അവസാനമില്ലാതെ ഇത് തുടച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പാപത്തെ ഏറ്റു പറയുന്നു, കർത്താവിനോട് ക്ഷമയ്ക്കായിട്ട് ചോദിക്കുന്നു, ശുദ്ധീകരണം പ്രാപിക്കുന്നു, പിന്നെയും പാപം ചെയ്യുന്നു. ശുദ്ധീകരിക്കാനായിട്ട് കർത്താവിനോട് പറയുന്നു, ക്ഷമ പ്രാപിക്കുന്നു, പിന്നെയും പാപം ചെയ്യുന്നു. ഇതിങ്ങനെ തുടരുന്നു. ഇത് ശരിയായ ഒരു നല്ല വാർത്തയല്ല. ഒരു തരത്തിൽ ഇതൊരു മോശം വാർത്തയാണ്. എന്നാൽ ദൈവം സുവിശേഷത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രമല്ല തന്നത്. സുവിശേഷത്തിൻ്റെ ഈ രണ്ടാം ഭാഗം അനേക ക്രിസ്ത്യാനികളുടെ മനസ്സിൽ നിന്ന് പിശാച് മറച്ചു വെച്ചിരിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു നമുക്ക് പാപമോചനമുണ്ട്, ധാരാളമായി കാണിച്ച കൃപ നിമിത്തം. അതാണ് കൃപ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നു 7-ാം വാക്യം. ദൈവത്തിൻ്റെ കൃപാധനത്താൽ നമുക്ക് പാപമോചനമുണ്ട്. എന്നാൽ അതുമാത്രമല്ല,
ദൈവകൃപ നമുക്ക് ചെയ്യുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളിപ്പോൾ കൃപയ്ക്ക് അധീനരായിരിക്കുന്നു. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്ന പാപം ഇനി കർത്തൃത്വം നടത്തത്തില്ല. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പ്രശ്നവും ദൈവകൃപ പരിഹരിച്ചു. എന്നാൽ പഴയ നിയമത്തിൽ മനുഷ്യർക്ക് കൃപ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരത് അനുഭവിച്ചില്ല. യേശുക്രിസ്തു വരുന്നതുവരെ യോഹന്നാൻ 1:17 നാം വായിക്കുന്നു: മോശ ന്യായപ്രമാണമായിട്ട് വന്നു, എന്നാൽ യേശുക്രിസ്തു കൃപയുമായിട്ട് വന്നു. കൃപ ദൈവത്തിൻ്റെ അതിമാനുഷിക ശക്തിയാണ്. അത് നമ്മുടെ കഴിഞ്ഞകാല പാപത്തെയും അതുപോലെ തന്നെ നമ്മുടെ പാപപ്രകൃതിയെയും നമ്മളെല്ലാവരും ജനിച്ചപ്പം നമുക്ക് അത് കിട്ടിയിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ 2 കരുതലുകൾ നമ്മുടെ 2 പ്രശ്നങ്ങൾക്കും. എന്താണ് അവൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സ്വീകരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആരെങ്കിലും നിങ്ങൾക്കൊരു സമ്മാനം തരുമ്പം, നമ്മുടെ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ച പോലെ, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കൊരു ചെക്ക് തന്നാൽ കോടതിയിൽ നിങ്ങളുടെ പിഴ അടയ്ക്കാനായിട്ട് നിങ്ങളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സ്വതന്ത്രനാകാൻ കഴിയില്ല. നിങ്ങളത് സ്വീകരിക്കണം. ദൈവം നമുക്ക് ചില കാര്യങ്ങൾ നമ്മളത് സ്വീകരിക്കണം. അവൻ നമ്മുടെ പാപം ക്ഷമിക്കുന്നു. കർത്താവെ നന്ദി എന്ന് പറഞ്ഞ് നാം സ്വീകരിക്കുന്നു. അവൻ നമുക്ക് ശക്തി തരുന്നു. ക്ഷമയും ശക്തിയും ദൈവം തരുന്ന 2 ദാനങ്ങളാണ്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ആദ്യമായി തൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ അവൻ ഉയർത്തപ്പെട്ട യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ഒത്തിരി ആളുകൾക്ക് മാനസാന്തരം ഉണ്ടായി. നാം അപ്പോസ്തല പ്രവൃത്തി 2:37 വായിക്കുന്നു: അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ പത്രോസിനോടും മറ്റുള്ളവരോടും, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, മാനസാന്തരപ്പെടുക, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക. നിങ്ങൾക്ക് 2 ദാനങ്ങൾ ലഭിക്കും: പാപമോചനവും പരിശുദ്ധാത്മാവെന്ന ദാനവും. ഒന്ന് ക്ഷമയാണ്, മറ്റേത് ശക്തിയാണ്. നമുക്ക് 2ഉം വേണം. നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പാപമോചനം മാത്രമല്ല, അല്ലെങ്കിൽ ശക്തി മാത്രം. പാപമോചനം ലഭിക്കുന്നതിന് മുമ്പ് ശക്തി കിട്ടില്ല. പാപമോചനവും ശക്തിയും. ഒരു നിമിഷം നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പം ഞാൻ എൻ്റെ പാപം അംഗീകരിച്ചു. അതുമാത്രമേ ദൈവം എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നിന്റെ പാപത്തെ സമ്മതിച്ചു കൊടുക്കുക, പാപിയാണെന്ന് സമ്മതിക്കുക. അതുമാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവ് അതിന് വില കൊടുത്തു. എന്നാൽ ഞാൻ എൻ്റെ പാപം ഏറ്റു പറയുമ്പം ദൈവം എൻ്റെ പാപത്തിൽ നിന്ന് കഴുകുക മാത്രമല്ല, കഴിഞ്ഞ കാല പാപങ്ങളെ മനോഹരമായിട്ടാണ് ദൈവം പരിഹരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഇപ്രകാരം ഒരു വാക്യം കാണുന്നുണ്ട്: നീതീകരണം. അനേക ക്രിസ്ത്യാനികളും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. വേദപുസ്തകത്തിൽ റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവം നമ്മളെ നീതീകരിച്ചു എന്ന്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഇപ്രകാരമാണത്: നാം നീതീകരിക്കപ്പെട്ടു. 24-ാം വാക്യം, കൃപയാൽ സൗജന്യമായി. അതുകൊണ്ട് ദൈവകൃപ പാപം ക്ഷമിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിച്ചു, കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെടുന്നത് ക്ഷമിക്കപ്പെടുന്നതിനേക്കാൾ വലിയതാണ്. ക്ഷമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനായിരുന്നു, ഞാൻ ഒത്തിരി തെറ്റായ കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ദൈവം തൻ്റെ മഹാകരുണയാൽ എന്നെ നോക്കി, ഈ തെറ്റായ കാര്യങ്ങളൊക്കെ നീ ചെയ്തു, എന്നാൽ ഞാൻ നിന്നോട് ക്ഷമിച്ചു. അത് തന്നെ മനോഹരമായൊരു കാര്യമാണ്. ഞാൻ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എങ്കിലും ഞാൻ തല കുമ്പിട്ട് നിൽക്കണം. എങ്കിലും ഞാൻ ക്ഷമിക്കപ്പെട്ട ഒരു കുറ്റവാളിയാണ്. എന്നാൽ നീതീകരണം അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ്. ദൈവം എന്നോട് ക്ഷമിച്ചപ്പം അവൻ എന്നെ നോക്കി ഇങ്ങനെ പറയുന്നു, ഞാൻ നിൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനം 8:12. ഞാൻ നിൻ്റെ കുറ്റങ്ങളെ ഇനി ഒരു നാളും ഓർക്കയില്ല, അതെല്ലാം പോയി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നത്, ഇപ്പോൾ മുതൽ നീ ഒരിക്കലും ഒരു പാപവും ചെയ്യാത്ത ഒരാളെ പോലെ നിന്റെ മുഴു ജീവിതത്തിലും. ചിന്തിച്ചു നോക്കൂ. സർവശക്തനായ ദൈവം, നിർമ്മലനും വിശുദ്ധനുമായ ദൈവം, അവൻ്റെ മുമ്പിൽ ദൂതന്മാർ വിറയ്ക്കുകയും ഭയത്തോടെ നിൽക്കുകയും ചെയ്യുന്നു. അവൻ എന്നിലേക്ക് നോക്കുന്നു. അവൻ എന്നെ കാണുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപം ചെയ്യാത്ത ഒരാളെ പോലെ. അത് നിങ്ങളെ ഉത്സാഹഭരിതരാക്കുന്നില്ലേ? എനിക്ക് ഈ വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരാളെ പോലെ. നിങ്ങൾക്ക് ചിന്തിക്കാമോ?
നിങ്ങൾ സത്യമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാവവും ചെയ്യാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് വലിയ ഒരു ശക്തി കാണത്തില്ലേ? പിശാചിനെ നേരിടുന്ന കാര്യത്തിൽ നിങ്ങൾ ശക്തരായിരിക്കയില്ലേ? പിശാചെ, നിനക്കെന്നെ തൊടാൻ കഴിയത്തില്ല, എൻ്റെ മുഴു ജീവിതത്തിൽ ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല, എന്നിൽ ഒരു പാപവും ഒരു കറയുമില്ല. ഇത് നമുക്ക് വളരെ ധൈര്യം നൽകുന്ന കാര്യമാണ്. വളരെ താണവരായിട്ടും സുരക്ഷിതരല്ലാത്തവരായിട്ടും ബലഹീനരായിട്ടും, കാരണം നമ്മുടെ ഓർമ്മയിൽ കഴിഞ്ഞ പാപങ്ങൾ നിൽക്കുന്നു. നമ്മളെല്ലാവർക്കും തോന്നുന്നു അരിഷ്ടരായിട്ടും ബലഹീനരായിട്ടും തെറ്റുകാരായിട്ടും. കാരണം നമുക്ക് തെറ്റെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ കാലത്ത് ചെയ്തത് അതിൻ്റെ ഓർമ്മ, അത് നമ്മുടെ ധൈര്യത്തെ മോഷ്ടിക്കുന്നു. മറ്റുള്ളവരോട് ദൈവവചനം സംസാരിക്കുമ്പോൾ പോലും നാം ഈ സത്യം മനസ്സിലാക്കുന്നത് വരെ നാം നീതീകരിക്കപ്പെട്ടു സൗജന്യമായി അവൻ്റെ കൃപയാൽ. റോമാലേഖനം 3:24. അതിനർത്ഥം ദൈവം എന്നെ നോക്കുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരാളെ പോലെ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. യേശുക്രിസ്തു കാൽവറിയിൽ ഒഴിച്ച ആ രക്തം എൻ്റെ മുഴുപാപത്തിൻ്റെയും പരിഹാരമാണ്. ഞാൻ ഇങ്ങനെ പറയാം, ആ രക്തം എൻ്റെ എല്ലാ പാപത്തെയും പൂർണ്ണമായിട്ടും അത് മായ്ച്ചു കളഞ്ഞു. പൂർണ്ണമായിട്ടും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം അവിടെ ഒന്നുമില്ല. അത് നിർമ്മലമായിട്ടുള്ള ഒന്നാണ്. നീതീകരണം ഇതാണ്. ദൈവം പറയാണ്, ഇവന് കുറ്റക്കാരനല്ല, ഇവൻ നീതിമാനാണ്. പാപക്ഷമ, ഇവനൊരു പാപിയാണ്, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു ക്രിമിനലായിട്ട് അറിയപ്പെടാനാണോ? എന്നാൽ നിങ്ങളോട് ക്ഷമിച്ചു. അല്ലെങ്കിൽ ഇങ്ങനാണോ? ഒരു നീതിമാനായ ആൾ അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. നാം എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് നീതീകരണം ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, ക്ഷമ. നീ ഒരു ക്രിമിനലാണ്, എന്നാൽ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പൂർണ്ണമായും. നീതീകരണം എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു. ഇവൻ ഒരു ക്രിമിനലല്ല, ഇവൻ നീതിമാനാണ്. കണ്ടോ, എൻ്റെ സ്വഭാവത്തിൽ അത് എത്ര വ്യത്യാസം വരുത്തും. സർവശക്തനായ ദൈവം എന്നെ ക്ഷമിക്കപ്പെട്ട ഒരു പാപിയായിട്ടല്ല കാണുന്നത്. അവൻ എന്നെ വിളിക്കുന്നത് നീതിമാനെന്നാണ്. പറയുന്നു, ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ സർവശക്തി. യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ പാപത്തെ എല്ലാം കഴുകിക്കളയുന്നു. ഇങ്ങനെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. എന്നാലും കർത്താവേ, ഞാനൊരു വലിയ പാപിയാണല്ലോ. നിങ്ങളിങ്ങനെ പറയുമ്പം ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ നിൻ്റെ പാപത്തെ കഴുകി കളഞ്ഞിരിക്കുമ്പോൾ അത് ദൈവത്തെ അപമാനിക്കുകയാണ്. അതൊരിക്കലും താഴ്മയല്ല, അവിശ്വാസമാണ്. ദൈവം ഒരു കാര്യം പറയുന്നു, ഞാനും അതുതന്നെ പറയുമ്പം അതാണ് വിശ്വാസം. എന്നാൽ ഞാൻ ദൈവം പറയുന്ന അതേ കാര്യമല്ല പറയുന്നത്. എൻ്റെ തോന്നലിൽ ഞാൻ കുറ്റക്കാരനായിരിക്കുന്നു. അത് അവിശ്വാസമാണ്, താഴ്മയല്ല. ദൈവം നിങ്ങളെ നീതിമാനായി പ്രഖ്യാപിച്ചപ്പോൾ, ഓ അല്ല, ഞാൻ വളരെ പാപിയായ ഒരു മനുഷ്യനാണ്, അതല്ല താഴ്മ. അത് ദൈവത്തെ അപമാനിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അത് ചെയ്യത്തില്ല. ഞാൻ ഈ സത്യം അംഗീകരിക്കുന്നത് ദൈവം എന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവൻ എൻ്റെ കഴിഞ്ഞകാല പാപത്തെ കംപ്ലീറ്റായിട്ട് മായ്ച്ചു, പൂർണ്ണമായിട്ടും. അവൻ എന്നോട് ക്ഷമിക്കുക മാത്രമല്ല, അവൻ എന്നെ നീതീകരിച്ചു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, റോമാലേഖനം 3:24 പറയുന്ന ഈ സത്യം നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ, അതുപോലെ റോമാലേഖനം 5:9, നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ധൈര്യം ഉണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവം എന്നെ വളരെ കോപത്തോടെ നോക്കുന്നുവെന്നാണോ? അവൻ എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ആയിരിക്കുന്ന പോലെ അവൻ എന്നെ അംഗീകരിക്കില്ല. അതിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവരായിരിക്കുന്ന പോലെ അവരെ നിങ്ങൾ അംഗീകരിക്കില്ല. ഒത്തിരി ഭർത്താക്കന്മാർ ഭാര്യമാരിൽ കുറ്റം കണ്ടെത്തുന്നു, ഭാര്യമാർ ഭർത്താക്കന്മാരിൽ കുറ്റം കണ്ടെത്തുന്നു. ഇത് എല്ലാം കേൾക്കുക. അവർ ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് സൗജന്യമായ നീതീകരണം. ദൈവം പ്രഖ്യാപിച്ചു, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തിട്ടില്ല. എനിക്ക് മറ്റുള്ളവരെയും അങ്ങനെ കാണാനായിട്ട് കഴിയും. അവരുടെ എല്ലാ തെറ്റുകൾക്കും അവരോട് ദയയുള്ളവരായിരിക്കാനായിട്ട് കഴിയും. പലരും കരുണ കാണിക്കാതിരിക്കുന്നത് അനേക ക്രിസ്ത്യാനികളിൽ ഇത് കാണാം. കാരണം അവർ തന്നെ ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ദൈവം സൗജന്യമായി നീതീകരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനത്തെ വിശ്വസിക്കുക. വിശ്വാസത്താൽ ഇതെടുക്കുക. ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് ഒരു ദാനമായി. നീതീകരണം ഒരു ദാനമാണ്, എന്നാൽ ഒരിക്കലും നിങ്ങളുടേതല്ല. റോമാലേഖനം 3:24 നിങ്ങൾ സ്വീകരിക്കുന്നത് വരെ നാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. റോമർ 5:1 കൃപയാൽ. റോമാലേഖനം 3:24 വിശ്വാസം മൂലം. റോമർ 5:1 യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ. ദൈവം കൃപയാൽ നൽകിയത് ഞാൻ വിശ്വാസത്താൽ സ്വീകരിക്കണം. പറയണം, ശരി,
ഞാൻ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും പാപം ചെയ്യാത്തവനിൽ നിൽക്കുന്നു. അതുപോലെ എനിക്ക് പിശാചിന് നേരെ എന്ന് പറയാൻ കഴിയും, നിനക്കെന്നോട് ഒരു കാര്യവുമില്ല. ദൈവം എന്നെ ഒരു പാവവും ഇല്ലാത്തവനായിട്ട് കാണുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രമോദിക്കുന്നു. അത് നമുക്ക് വളരെ ശക്തി തരുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ കഴിഞ്ഞകാല പാപത്തെ ക്ഷമിക്കുന്നു. ഞാനിത് ഊന്നി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒത്തിരി വിശ്വാസികളുടെ പ്രശ്നം ഇതാണ്. അവർക്കൊരിക്കലും അവരുടെ പഴയകാല കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. പിശാച് അവരെ പീഡിപ്പിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല നീതീകരണം എന്താണെന്ന്. നീതീകരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു വ്യക്തമായ അടിസ്ഥാനം കാണത്തില്ല. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ പണിയാനായിട്ട് തുടങ്ങുമ്പം, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട് ഇളകാനായിട്ട് തുടങ്ങും. ഒരു ദിവസം അത് തകർന്നു വീഴും. എനിക്കറിയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടപ്പോൾ ഇതാരും എന്നോട് പറഞ്ഞു തന്നിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലം എൻ്റെ ക്രിസ്തീയ ജീവിതം ഇളകുന്നതായിരുന്നു. ഞാൻ വേദപുസ്തകത്തിൽ പോയി ഈ സത്യം കണ്ടെത്തുന്നത് വരെ ദൈവം എന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്നു. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. ഞാൻ ചെയ്തു പോയ കഴിഞ്ഞകാല പാപങ്ങളുടെ കുറ്റപ്പാടിൽ ഞാൻ ഒരിക്കലും ഇരിക്കേണ്ടതില്ല. ഞാൻ ചെയ്തു പോയ ആയിരക്കണക്കിന് തെറ്റുകളെക്കുറിച്ച് എൻ്റെ കഴിഞ്ഞ കാലത്തിലുണ്ടായില്ല. നിങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ല. അവിടെയാണ് ഞാൻ എൻ്റെ അടിസ്ഥാനം ഇട്ടത്. ആ അടിസ്ഥാനം ഞാൻ ഇട്ടപ്പം ഒരു കെട്ടിടം പോലെ നാം അത് പണിയാൻ തുടങ്ങി. നമ്മൾ ആ അടിസ്ഥാനം ഇട്ടതിന് ശേഷം നമ്മളൊരിക്കലും അടിസ്ഥാനം തീരാതെ പണിയില്ല. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ പണിയാൻ ആരംഭിച്ചാൽ അതുകൊണ്ടാണ് നിങ്ങൾ തകർന്നു പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വീണു പോകുന്നത്. അങ്ങനെ അടിസ്ഥാനം പൂർത്തിയായാൽ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രശ്നം. അത് ശക്തിയുടെ കുറവാണ്. നമ്മുടെ പാപ സ്വഭാവത്തെ ജയിക്കാൻ, അതിനാണ് ദൈവം നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയത്. പഴയ നിയമത്തിൽ ആളുകൾക്ക് അവരുടെ ഉള്ളിൽ വസിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നില്ല. അശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് ഒരിക്കലും വന്ന് താമസിക്കാൻ കഴിയില്ല. അവൻ അവരുടെ മേലെ വരാൻ കഴിയുമായിരുന്നു. അവരെ ശക്തീകരിച്ചു. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശിംശോനെ പോലെ ശക്തി കൊടുത്തു. ഒറ്റയ്ക്ക് 100 കണക്കിന് ഫെലിസ്തരെ കൊല്ലാനുള്ള ശക്തി. അവൻ ചില ആളുകൾക്ക് പ്രസംഗിക്കാനുള്ള ശക്തി, സൗഖ്യമാക്കാനുള്ള കഴിവ്, ഇതെല്ലാം പുറത്തുള്ള കാര്യമാണ്. പഴയ നിയമത്തിലുണ്ടായിരുന്ന പല പ്രവാചകന്മാർക്കും ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ അവൻ അവരുടെ ഉള്ളിൽ വന്ന് വസിച്ച് അവരെ ശുദ്ധരാക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തു വരുന്നത് വരെ, ലോകത്തിൻ്റെ പാപത്തിനായിട്ട് മരിക്കുന്നത് വരെ, അങ്ങനെ മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധമാകാനുള്ളൊരു വഴി കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവിന് വന്ന് അവരുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിഞ്ഞു. അതാണ് പെന്തക്കോസ്ത് ദിവസത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിനും അവരുടെ മേൽ പകർന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് അത് സാധ്യമല്ലായിരുന്നു. പെന്തക്കോസ്തിന് മുമ്പ് കാൽവറി ഉണ്ടാകണമായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പം എൻ്റെ പാപം കഴുകി എന്നെ ശുദ്ധീകരിക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ ഹൃദയം ശുദ്ധമായി. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കാനായിട്ടും എനിക്ക് ശക്തി തരാൻ കഴിയും. ക്രിസ്ത്യ ജീവിതം ഞാൻ ജീവിക്കേണ്ട വിധത്തിൽ ജീവിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിൽ പലരും പരമാർത്ഥികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ അവരെ ശ്രമിച്ച് നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ജയിക്കാനായിട്ട്, പാപത്തെ ജയിക്കാനുള്ള ആ പോരാട്ടം ഒരു വലിയ യുദ്ധം പോലെയാണ്. നമ്മൾ ശ്രമിച്ച് ചില സമയത്ത് നമ്മൾ വിജയിക്കുന്നു, ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിനെ നമുക്കിങ്ങനെ കാണാം. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ചിന്തിക്കുക. നിങ്ങൾ അവിടെ ഒരു ഫാൻ കാണുന്നു. നിങ്ങളൊരു മുറിയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങളൊരു ഫാൻ കാണുന്നു. ആ ഫാൻ ആരോ കൊണ്ട് അവിടെ സ്ഥാപിച്ചതാണ്. നിങ്ങളുടെ വീട്ടിലാണ്, സീലിംഗ് ഫാനാണ്. അവർ പറയുന്നു ഈ ഫാൻ കറങ്ങുമ്പം നിങ്ങൾക്ക് കാറ്റ് കിട്ടും, അങ്ങനെ നിങ്ങളുടെ മുറി തണുപ്പുള്ളതായി തീരും. നിങ്ങൾ പോയി ഒരു കയറെടുത്ത് അതിൻ്റെ ബ്ലേഡ് കെട്ടുന്നു, എന്നിട്ട് നിങ്ങളെ വലിച്ച് കറക്കുന്നു, നിങ്ങൾക്ക് അല്പം കാറ്റ് കിട്ടുന്നു. എന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര നേരം പോകാൻ കഴിയും? കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളാകെ ക്ഷീണിക്കും, നിങ്ങളത് വിട്ടുകളയും. ഇത് തന്നെയാണ് അനേക ക്രിസ്ത്യാനികളുടെ അനുഭവം. അവർ ശ്രമിച്ച് ഈ ക്രിസ്ത്യ ജീവിതം ജീവിക്കാൻ ശ്രമിച്ച് അവർ പരാജയപ്പെടുന്നു.
ഇതാണ് ന്യായപ്രമാണത്തിനകത്ത് ജീവിക്കുന്നത്. ന്യായപ്രമാണത്തിനകത്ത് നിങ്ങൾ തന്നെയാണ് ഈ ഫാൻ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രമിച്ച് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വിട്ടുകളയുന്നു. കാരണം നിങ്ങൾ ക്ഷീണിച്ച് തളർന്നുപോയി. അപ്പോൾ ഒരാൾ നിങ്ങളോട് ഇപ്രകാരം പറയുകയാണ്, ഇങ്ങനെയല്ല ഈ ഫാൻ കറക്കേണ്ടത്. സഹോദര, ആ സ്വിച്ച് ഇടുക, അതിലേക്ക് കറണ്ട് ഒഴുകട്ടെ. കറണ്ട് അതിൽ കൂടി ഒഴുകുമ്പോൾ നിങ്ങൾക്കൊരു കയറിൻ്റെ ആവശ്യമില്ല. ആ ശക്തി ഫാനിലേക്ക് വരും. അത് കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കില്ല. അതിന് 24 മണിക്കൂറോ 48 മണിക്കൂറോ ഒരു പ്രശ്നമില്ല. ഇലക്ട്രിസിറ്റിയുടെ ഒഴുക്ക് കാരണം. ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ കറങ്ങുന്ന ഫാനുകളില്ലായിരുന്നു. നിങ്ങൾ കൃപ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ശക്തി അനുഭവിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ ഫാൻ കറക്കാൻ പരിശ്രമിച്ച പോലെയാണ് നിങ്ങൾ ക്രിസ്തുജീവിതം ചെയ്യുന്നത്. കയറ് കെട്ടി കറക്കാൻ ശ്രമിച്ച പോലെ. സ്വാഭാവികമായി നിങ്ങൾ ക്ഷീണിതനാകുകയും വിട്ടുകളയുകയും ചെയ്യും. നിങ്ങൾ ചെയ്യരുതാത്ത ആ കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കിയാൽ അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തരും. അത് ഇലക്ട്രിസിറ്റി പോലെ തന്നെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ശക്തി ലഭിക്കും. ഞാൻ മറ്റൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ഒരു ബൾബ് എടുക്കുക. ഒരു ബൾബിന് ഒരിക്കലും തന്നെ പ്രകാശിക്കാൻ കഴിയില്ല. വെളിച്ചം കൊടുക്കാനുള്ള ക്ഷമതയുണ്ട്. വൈദ്യുതി അതിൽ വരുന്നത് വരെ അതിനെ പ്രകാശിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ഒരു ചിത്രമാണിത്. മനുഷ്യന് ഈ ക്ഷമതയുണ്ട്. ഒരു ബൾബ് പോലെ ദൈവത്തിൻ്റെ സ്വരൂപം പ്രതിഫലിപ്പിക്കാൻ. എന്നാൽ അവന് ശക്തിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരുമ്പം അത് ആ ബൾബിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്ന പോലെയാണ്. അത് കത്തും. എത്രമാത്രം പരിശ്രമിക്കണം ഒരു ബൾബിന് അതിന് കത്താനായിട്ട്. കറണ്ട് ഒഴുകാനായിട്ട് അനുവദിച്ചു കൊടുത്താൽ അത് പരിശ്രമമില്ലാതെ കത്തും. ക്രിസ്ത്യ ജീവിതം ഏതാണ്ട് ഇതുപോലാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയ്ക്കാൻ അനുവദിക്കുന്നു. അവൻ നിങ്ങൾക്ക് കൃപ തരുന്നു. അത് ഈ പ്രശ്നം പരിഹരിക്കുന്നു. നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ആ മറ്റേ പ്രകൃതത്തെ പാപത്തിലേക്ക്. ഇതാണ് ദൈവത്തിൻ്റെ 2 പരിഹാരങ്ങൾ നമ്മുടെ 2 പ്രശ്നങ്ങൾക്കും. നമ്മുടെ പഴയകാല പരാജയങ്ങൾ, പാപക്ഷമയും അതുപോലെ നീതീകരണവും. നമ്മുടെ പാപ പ്രകൃതം, അതിനെ വേദപുസ്തകം വിളിക്കുന്നത് ജഡമെന്നാണ്. ആദമിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ പാപ പ്രകൃതി, അതിനുവേണ്ടി ദൈവം നമുക്ക് നൽകിയത് അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഈ ജഡത്തിൻ്റെ പ്രകൃതിയോട് എതിർക്കാൻ. എന്നാൽ ഒരു വ്യത്യാസമുണ്ട് ഈ ബൾബും നമ്മളും തമ്മിൽ. ബൾബിന് അതിൻ്റേതായ ഒരു തിരഞ്ഞെടുപ്പില്ല. അത് ഒരു ജീവനില്ലാത്ത വസ്തുവാണ്. അങ്ങനെ ഒരു വസ്തുവാണ്. അതിലേക്ക് കറണ്ട് ഒഴുകി വരുമ്പം അത് കത്തുന്നു. എന്നാൽ നമ്മുടെ കാര്യത്തിൽ നമുക്കൊരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. നമ്മൾ ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ലെങ്കിൽ അത് നമ്മിൽ കൂടെ നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു തിരഞ്ഞെടുപ്പ്, കർത്താവേ എനിക്ക് വേണം, ഈ ശക്തി എന്നിലൂടെ ഒഴുകണം. അത് പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. അവിടെ എനിക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ഇവിടെ എന്നിലൂടെ ഒഴുകണം ഈ പ്രശ്നത്തെ ജയിക്കാനായിട്ട്. നിങ്ങളൊരു പക്ഷേ കണ്ടെത്തും, നിങ്ങളുടെ പഴയ പ്രകൃതം ആരോടെങ്കിലും ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അനേക ക്രിസ്ത്യാനികളുടെ വലിയ പ്രശ്നമാണത്. ആ മനുഷ്യനോട് ക്ഷമിക്കുക എന്നുള്ളത് എന്നെക്കുറിച്ച് സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. നിങ്ങളുടെ കൈകൊണ്ട് ആ ഫാൻ കറക്കുന്ന പോലെ. ശരിയാണ്, സ്വാഭാവികമായിട്ടും അത് പ്രയാസമായിരിക്കും. എന്നാൽ ദൈവം നിങ്ങൾക്ക് അതിന് ശക്തി തന്നാൽ നിങ്ങൾ ആ ശക്തി സ്വീകരിക്കാൻ തയ്യാറാണോ? ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അമാനുഷികമായിട്ടുള്ള സ്നേഹം തന്നാൽ, നിങ്ങൾക്ക് ദ്രോഹം ചെയ്ത മനുഷ്യൻ നേരെ, അത് നിങ്ങൾ സ്വീകരിച്ച് ആ മനുഷ്യനോട് ക്ഷമിക്കുമോ? നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. എല്ലാം നിങ്ങളുടെ ആഗ്രഹത്തെ അനുസരിച്ചാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലം ക്ഷമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നോ? ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. ഈ പാപപ്രകൃതിയെ ജയിക്കാനാണ് നിനക്ക് ശക്തി വേണോ? ആദാമിൽ നിന്ന് നിനക്ക് കിട്ടിയത്. ദൈവം അത് തരാൻ തയ്യാറാണ്.
നീ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? നീ പറയേണ്ടത്, കർത്താവേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണേ, ദയവായി നിൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണേ, നിന്നെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് എനിക്ക് ജീവിക്കണം. അങ്ങനെയാണ് ദൈവം മനുഷ്യൻ്റെ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.